ഹലോ മക്കളെ, അപ്പോൾ മെയ് 14-ാം തീയതി നമ്മുടെ +1 അഡ്മിഷനുമായി ബന്ധപ്പെട്ടുള്ള അലോട്ട്മെൻറ്റ് പ്രക്രിയ ആരംഭിക്കും. അപ്പോൾ എല്ലാവരും എക്സൈറ്റഡ് ആയിരിക്കും. മെയ് 14-ാം തീയതി മിക്കവാറും സൈറ്റൊക്കെ ഹാങ് ആവാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ നിങ്ങൾ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ടാകും, ഫോമൊക്കെ ഫില്ല് ചെയ്ത് അക്ഷയയിലോ അല്ലെങ്കിൽ ഓൺലൈൻ സേവന കേന്ദ്രങ്ങളിലൊക്കെ കൊടുത്തിട്ടുണ്ടാവും. നിങ്ങൾ ആ കാര്യത്തിൽ യാതൊരു ടെൻഷനും വേണ്ട. നിങ്ങളൊരു 15-ാം തീയതി 16-ാം തീയതി ആകുമ്പോൾ അവരൊന്ന് വിളിച്ച് ഓർമ്മപ്പെടുത്തണം ഞങ്ങളുടെ അപേക്ഷ എന്താ എന്നുള്ളത് തീർച്ചയായിട്ടും നിങ്ങൾ ചോദിച്ചറിയണം കേട്ടോ. ഓക്കെ, അവരെ ഏൽപ്പിച്ചങ്ങ് പോന്നിട്ട് അവസാനം ലാസ്റ്റ് ഡേറ്റിൽ അത് ചെയ്തില്ലേ എന്ന് ചോദിക്കുന്ന രീതിയിലേക്ക് റെസ്പോൺസിബിൾ ആയിട്ട് ആരും പെരുമാറരുത്. അവർ നിങ്ങൾ അപ്ലിക്കേഷൻ ഇങ്ങനെ ഒരു സ്ഥാപനത്തെയാണ് ഏൽപ്പിച്ചിട്ടുള്ളത് എങ്കിൽ തീർച്ചയായിട്ടും 2 ദിവസം കഴിയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, കോൺടാക്ട് ചെയ്തിട്ട് എന്തായി അതിൻ്റെ അപ്ഡേറ്റ് എന്നുള്ള കാര്യം തീർച്ചയായിട്ടും ചോദിച്ചറിയണം. ചില സ്ഥലങ്ങളിലൊക്കെ സ്പോട്ടിൽ ഇരുന്ന് ചെയ്യുന്നുണ്ടാവും. അങ്ങനെയാണെങ്കിൽ ഓക്കെ, പെർഫെക്റ്റ് ആണ്. പക്ഷേ മിക്കവാറും സെൻറ്ററുകളിലൊക്കെ ആ ഒരു അപ്ലിക്കേഷൻ ഫോം വാങ്ങി വെക്കുകയായിരിക്കും ചെയ്യുക. അതുകൊണ്ട് അതിൻ്റെ ആ ഒരു അപ്ഡേഷൻ നിങ്ങൾ കൃത്യമായിട്ട് നടത്തിയിട്ടുണ്ടാവണം. ഓക്കെ, നമുക്ക് ഈ ഒരു പ്രക്രിയയ്ക്ക് ഈ അലോട്ട്മെൻറ്റ് പ്രോസസ്സിന് എന്തെല്ലാം കാര്യങ്ങളാണ് വേണ്ടത് എന്നുള്ളതാണ് ഷെമീം സാർ ഈ ഒരു വീഡിയോയിലൂടെ പറഞ്ഞുതരാൻ വേണ്ടി പോകുന്നത്. മാക്സിമം ഫ്രണ്ട്സിന് എല്ലാവരും ഷെയർ ചെയ്ത് കൊടുത്തോളൂ. നമുക്ക് പ്രധാനമായിട്ടും 3 നമ്പറുകൾ ആവശ്യമാണ്. ഒന്ന് നമ്മുടെ രജിസ്റ്റർ നമ്പർ, നമ്മുടെ SSLC രജിസ്റ്റർ നമ്പർ. അത് നിർബന്ധമായിട്ടും നിങ്ങളുടെ എല്ലാവരുടെ കയ്യിലും ഉണ്ടാവും. നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും, നിങ്ങൾ ഒരിക്കലും മറക്കാനും പോകുന്നില്ല ആ നമ്പർ. പിന്നെ ഒരു വാലിഡ് മൊബൈൽ നമ്പർ വേണം. അതായത് OTP ഒക്കെ വരുന്ന, വിളിച്ചാൽ കിട്ടുന്ന, അക്ഷയ സെൻറ്ററിൽ നിന്നോ നിങ്ങളെ വീട്ടിലേക്ക് വിളിക്കുമ്പോൾ വിളിച്ചാൽ കിട്ടുന്ന OTP വരുന്ന ഒരു വാലിഡ് ആയിട്ടുള്ള ഒരു മൊബൈൽ നമ്പർ നിങ്ങൾക്ക് വേണം. അതുപോലെ നിങ്ങളുടെ ആധാർ നമ്പറും. ഇത്രയും കാര്യങ്ങളാണ്. പിന്നെ ഡേറ്റ് ഓഫ് ബർത്തും വേണം കേട്ടോ, അത് നിങ്ങൾക്ക് അറിയാലോ. അപ്പോൾ ഈ കാൻഡിഡേറ്റ് ലോഗിൻ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ വെബ്സൈറ്റ് ആയിട്ടുള്ള www.hscap.kerala.gov.in എന്ന സൈറ്റിലൂടെ കാൻഡിഡേറ്റ് ലോഗിൻ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ആവശ്യമായിട്ടുള്ള നമ്പറുകളാണ് ഇതൊക്കെ. ഓക്കെ, നിങ്ങളൊരു അടിപൊളി പാസ്വേഡൊക്കെ ഇട്ടിട്ട് എന്ത് ചെയ്യുന്നു, ആ ഒരു കാൻഡിഡേറ്റ് ലോഗിൻ ക്രിയേറ്റ് ചെയ്യുന്നു. മിക്കവാറും അത് അക്ഷയ സെൻറ്റർ ആയിരിക്കും. നമുക്ക് സ്വന്തമായിട്ടും ചെയ്യാം. നിങ്ങൾക്ക് കോൺഫിഡൻ്റ് ആണെങ്കിൽ സ്വന്തമായിട്ടും ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുന്നു, നമ്മൾ കാൻഡിഡേറ്റ് ലോഗിൻ ക്രിയേറ്റ് ചെയ്യുന്നു. പിന്നെ നമ്മുടെ SSLCയിലാണ് നിങ്ങൾ പഠിച്ചത്, കേരള സിലബസ് ആണ്, ഗ്രേഡിംഗ് സിസ്റ്റത്തിലൂടെയാണ് പഠിച്ചതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ മാർക്ക് ലിസ്റ്റ് ഓട്ടോമാറ്റിക്കായിട്ട് വരും. അതല്ല മറ്റു സിലബസ് ഒക്കെ ആണെങ്കിൽ, അതായത് CBSE ICSE പോലെയുള്ള സിലബസിലാണ് നിങ്ങളുടെ മാർക്ക് ലിസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും, അവിടെ കൊടുക്കേണ്ടി വരും. ഓക്കെ, അക്ഷയ സെൻറ്ററിൽ കൊടുക്കേണ്ടി വരും. നിങ്ങൾക്ക് ഇത് ആവശ്യമാണ്. മാർക്ക് ലിസ്റ്റ് ഒക്കെ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കേണ്ടി വരും. നിങ്ങളുടെ ശരിക്കുള്ള റിസൾട്ടും ഈ ഒരു സൈറ്റിൽ വന്നിട്ടുള്ള റിസൾട്ടും ഒന്നാണോ എന്ന് നിങ്ങൾ എന്ത് ചെയ്യണം, ചെക്ക് ചെയ്യേണ്ടി വരും. ഓക്കെ, SSLCയുടെ കാര്യത്തിൽ യാതൊരു ടെൻഷനും വേണ്ട, അത് കറക്റ്റ് ആയിട്ടായിരിക്കും വരുന്നുണ്ടാവുക. ഓക്കെ, പിന്നെ വേണ്ടത് ഇത്രയും കാര്യങ്ങളാണ്. അതായത് സർട്ടിഫിക്കറ്റുകൾ വേണം അല്ലേ. നമുക്ക് ഗ്രേസ് മാർക്കുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങൾക്ക് ഗ്രേസ് മാർക്ക് അവാർഡ് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം, ആ ഗ്രേസ് മാർക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള സർട്ടിഫിക്കറ്റുകൾ നിർബന്ധമായിട്ടും അലോട്ട്മെൻറ്റ് ആ ഒരു സമയത്ത് ആവശ്യമാണ്. കാരണം നമ്മുടെ ഈ ഒരു ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്നതിൻ്റെ ലാസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ഓരോ സർട്ടിഫിക്കറ്റിൻ്റെയും നമ്പറും അത് ഇഷ്യൂ ചെയ്ത ഡേറ്റും ആരാണോ ഇഷ്യൂഡ് ബൈ ഈ ഒരു അതോറിറ്റിയുടെ പേരൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ സർട്ടിഫിക്കറ്റ് നമ്പർ ടൈപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ സർട്ടിഫിക്കറ്റ് കിട്ടിയേ തീരും. അപ്പോൾ അത് ഗ്രേസ് മാർക്കിൻ്റെ സർട്ടിഫിക്കറ്റ് ആയാലും ബോണസ് പോയിൻ്റ് സർട്ടിഫിക്കറ്റ് ആണെങ്കിലും ഇൻകം, കമ്മ്യൂണിറ്റി, എക്കണോമിക്കലി വീക്കർ സെക്ഷൻ, അതുപോലെയുള്ള സർട്ടിഫിക്കറ്റുകളൊക്കെ ആണെങ്കിലും എന്ത് വേണം, ആ സർട്ടിഫിക്കറ്റ് വേണം. നിങ്ങൾ അതിന് ടിക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ, നമ്മൾ അപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യുന്ന വീഡിയോ ഒക്കെ അടിപൊളിയായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. എങ്ങനെയാണ് അപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യുക എന്നുള്ള കാര്യം പറഞ്ഞു തന്ന സമയത്ത് ചില ആളുകൾക്ക് ഇങ്ങനെയുള്ള സർട്ടിഫിക്കറ്റുകൾ വേണമെന്നും പറഞ്ഞിരുന്നു അല്ലേ. അപ്പോൾ ബോണസ് പോയിന്റിലാണ് നമ്മുടെ സ്വിമ്മിങ് സർട്ടിഫിക്കറ്റ്, അതുപോലെ ക്ലബ്ബ് സർട്ടിഫിക്കറ്റുകളൊക്കെ വരുന്നത്. അപ്പോൾ ഈ സർട്ടിഫിക്കറ്റുകൾ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ ടിക്ക് ചെയ്യാൻ പാടുള്ളൂ. ഈ ഒരു അപ്ലിക്കേഷൻ ഫൈനൽ കൺഫർമേഷൻ നടത്തണമെങ്കിൽ എന്ത് ചെയ്യണം, ആ സർട്ടിഫിക്കറ്റുകളുടെ നമ്പറും ഇഷ്യൂ ഡേറ്റും ഇഷ്യൂഡ് ബൈ അങ്ങനെയുള്ള കാര്യങ്ങൾ ഫില്ല് ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, അപ്പോൾ സ്കൂളിൽ നിന്ന് ആ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇത് ഫൈനൽ കൺഫർമേഷൻ കൊടുക്കാൻ വേണ്ടി പറ്റില്ല, ഫൈനൽ സബ്മിഷൻ കൊടുക്കാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ക്ലബ് സർട്ടിഫിക്കറ്റുകൾ 2 ക്ലബ് സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് സ്കൂളുകളിൽ നിന്ന് കിട്ടും, അത് ഉറപ്പാണ്. ആ 2 കിട്ടുള്ളൂ, അതിൽ കൂടുതൽ കിട്ടില്ല. അവിടെ പോയിട്ട് വാശി പിടിക്കാൻ നിൽക്കണ്ട. ടൈ ബ്രേക്കറിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ക്ലബ് സർട്ടിഫിക്കറ്റുകൾ. അപ്പോൾ ആ ക്ലബ് സർട്ടിഫിക്കറ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, സംഘടിപ്പിക്കുക. അതിൻ്റെ സർട്ടിഫിക്കറ്റ് നമ്പറും ഇഷ്യൂ ഡേറ്റും ഇഷ്യൂഡ് ബൈ നിങ്ങൾക്ക് ആവശ്യമായി വരും. ഓക്കെ അല്ലേ മക്കളെ. അപ്പോൾ ഗ്രേസ് മാർക്കിന് SPC, സ്കൗട്ട് ആൻഡ് ഗൈഡ് ഇതുപോലെയുള്ളതിന് ഗ്രേസ് മാർക്ക് അവാർഡ് ചെയ്തിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും നിങ്ങളുടെ മാർക്ക് ലിസ്റ്റ് കിട്ടുമ്പോൾ തന്നെ അറിയാം, താഴെ എഴുതിയിട്ടുണ്ടാവും ഗ്രേസ് മാർക്ക് അവാർഡഡ്, ഗ്രേസ് മാർക്ക് കൊടുത്തിട്ടുണ്ട്. ഇനി കൊടുത്തിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും എന്ത് ചെയ്യണം, ഈ സർട്ടിഫിക്കറ്റുകൾ നിങ്ങൾ കയ്യിൽ വെച്ചോ. സ്പോർട്സ് കോട്ടയ്ക്ക് വേറെ പ്രത്യേകം തന്നെയാണ് കേട്ടോ. സ്പോർട്സ് കോട്ടയിൽ അഡ്മിഷൻ നേടുന്നവർക്ക് ഇതേപോലെ സർട്ടിഫിക്കറ്റുകളും ഇഷ്യൂഡ് ബൈ ഇഷ്യൂ ഡേറ്റ് അതൊക്കെ വേറെ വരുന്നുണ്ട്. സ്പോർട്സ് കോട്ടയുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോ വിശദമായിട്ട് വേറെ ചെയ്യാം കേട്ടോ. ഓക്കെ, പിന്നെ ഇൻകം സർട്ടിഫിക്കറ്റ്, കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ്, EWS ഇതൊക്കെ എന്താണ്, വളരെ അത്യാവശ്യമാണ്. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, ഈ വീഡിയോ മാക്സിമം ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് വേണ്ടത്. രജിസ്റ്റർ നമ്പർ, മൊബൈൽ നമ്പർ, ആധാർ നമ്പർ, അതുപോലെ മാർക്ക് ലിസ്റ്റ്, അത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ സർട്ടിഫിക്കറ്റുകൾ. ഓക്കെ അല്ലേ, സെറ്റ് അല്ലേ. അപ്പോൾ എല്ലാവരും ഇനി അടുത്തത് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.